Hi all. കണ്ണൂർ യൂണിവേഴ്സിറ്റി ബികോം ഫോർത്ത് സെമസ്റ്ററിലെ മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് എന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെയുള്ള ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇന്ന് നമുക്ക് ചെറിയ രൂപത്തിൽ പരിചയപ്പെടാം. What is cooperative urban banks? They are primary credit societies working in the urban areas. These are formed mainly for the purpose of providing cheap credit to the people residing in urban and semi-urban areas. അതായത് അർബൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് ആവശ്യമായ ക്രെഡിറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ബാങ്കുകളെയാണ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി സെമി അർബൻ ഏരിയാസിലും അതുപോലെ അർബൻ ഏരിയാസിലാണ് നിലകൊണ്ടിരിക്കുന്നത്. They provide short-term and medium-term loans to its members for non-agriculture purpose. The members of the banks are mostly small traders, small merchants, artisan and salary earners. അതായത് നോൺ അഗ്രികൾച്ചർ ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന സാധാരണപ്പെട്ട ജനങ്ങൾ, അതായത് മെർച്ചൻസ്, ട്രേഡേഴ്സ്, ആർട്ടിഷ്യൻ, സാലറി ഏണേഴ്സ് അങ്ങനെയുള്ള ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതുപോലെ അവർക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്ക്സുകളെയാണ് നമ്മൾ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. Urban cooperative banks in Kerala. In such banks, majority of the members are non-agricultures. The Reserve Bank has the right for inspection and supervision of such banks. Non-agriculture areasലെ ഒരു ഭൂരിഭാഗം ജനങ്ങൾ തന്നെ ഈ ബാങ്കിന്റെ മെമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ ഇതിന്റെ പ്രവർത്തനങ്ങൾ സൂപ്പർവൈസ് ചെയ്യാനും അതുപോലെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBIക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Area of operation. The area of operation of an urban bank will be specified in the bylaws of the bank. അതായത് സാധാരണ എല്ലാ ബാങ്കുകളും പോലെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നോക്കി നടത്തുന്ന ഒരു പ്രത്യേകതരം ബാങ്കുകളും ഉണ്ട്. അതായത് ഒരു ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യപരമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. Usually the area is restricted to a town, municipality, corporation or taluk. In certain cases the area is extended to a whole district. അതായത് ഒരു ജില്ലയിലെ എല്ലാ പരമായ സ്ഥാപനങ്ങളിലേക്കും തന്നെ ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു കിടന്നിട്ടുണ്ട്. അതായത് മുനിസിപ്പാലിറ്റി, ടൗൺ, കോപ്പറേറ്റീവ് അങ്ങനെ ഒരു ഹോൾ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നിലകൊണ്ടിട്ടുണ്ട്. Membership. Broadly speaking, the membership of a bank should be open to all persons living within the areas of operation of a bank. അതായത് ഇതിന്റെ ചുറ്റുപാടും നിൽക്കുന്ന എല്ലാ തരം ജനങ്ങൾക്കും ഇതിന്റെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓപ്പൺ ആയിരിക്കും. അതായത് കാര്യമായ രീതിയിലെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലില്ല. നോൺ അഗ്രികൾച്ചേഴ്സ് സച്ച് ആസ് സ്മോൾ മെർച്ചൻസ്, ട്രേഡേഴ്സ്, ആർട്ടിഷ്യൻ, വേജ് ഏർണേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ് ആർ അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് നോൺ അഗ്രികൾച്ചർ ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിഷ്യൻ, ട്രേഡേഴ്സ്, സാധാരണപ്പെട്ട മെർച്ചൻസ് അങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ ഇതിന്റെ മെമ്പർഷിപ്പ് ഓപ്പൺ ആയിട്ട് ഇതിനെ ലഭിക്കുന്നതാണ്. The average membership of an urban bank is higher than that in the agriculture credit societies. അതായത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയിലുള്ള മെമ്പർഷിപ്പിനെക്കാളും ഏറ്റവും വലുത് തന്നെയാണ് ഈ നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയിലേക്കുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലയബിലിറ്റി. The liability of an urban bank is limited to the share subscribed by its members. അതായത് എത്രത്തോളം ഷെയർ ആണോ ഇതിന്റെ ഓരോ മെമ്പേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തത് അതിനനുസരിച്ച് ഇതിന്റെ ലയബിലിറ്റി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത ആളാണെങ്കിൽ അവർക്ക് വലിയ ഒരു ലയബിലിറ്റി തന്നെ ഉണ്ടാവും, കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറയും. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ്. ടു എൻകറേജ് thrift, സെൽഫ് ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ എമംഗ് മെമ്പേഴ്സ്. അതായത് പരസ്പരം യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. അതായത് ഓരോ വ്യക്തികളുടെയും വളർച്ചയ്ക്ക് ഉപരി അതായത് ഒരു സമൂഹത്തിന്റെ വളർച്ച പരസ്പരം സഹായിച്ചുകൊണ്ടുള്ള ഒരു മുൻഗണനയൊക്കെ ഇവർ നോക്കുന്നുണ്ട്. ടു ബോറോ ഫണ്ട്സ് ഫ്രം മെമ്പേഴ്സ് ഓർ others to be utilized for granting loans to members for useful purpose. അതായത് ഓരോ വ്യക്തിക്കും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർക്ക് എത്രത്തോളം പണമാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് പണവും അതുപോലെ ലോൺസും ഗ്രാന്റ് ചെയ്യുന്നു. To advance loan to its members at the reasonable rate of interest against security of the petty trade stock. അതായത് ഓരോ വ്യക്തികളുടെയും സെക്യൂരിറ്റിയുടെ അനുപാതത്തിനനുസരിച്ച്, അതായത് എത്രത്തോളം സെക്യൂരിറ്റി ആണോ ഓരോ മെമ്പേഴ്സ് ഇതിൽ വെക്കുന്നത് അതിനനുസരിച്ച് ഇവർക്ക് ലോൺ കൊടുക്കുന്നു.
ആ ലോൺ എന്ന് പറയുന്നത് മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് പരമാവധി കുറഞ്ഞ ഇൻട്രസ്റ്റ് രീതിയിലാണ് കൊടുക്കുന്നത്. ടു ക്യാരി എ ജനറൽ ബാങ്കിങ് ബിസിനസ്, ഒരു പൊതുവായ രീതിയിൽ ഒരു ബിസിനസ് പ്രവർത്തനങ്ങളിൽ തന്നെ ഇവർ ഉൾക്കൊള്ളിക്കുന്നു എന്നതാണ് വേറൊരു ഗുണം എന്ന് പറയുന്നത്. ടു എക്സ്റ്റെൻഡ് ഓൾ ഹെൽപ്പ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ബിസിനസ് ഓഫ് കോട്ടേജ് ആസ് വെൽ ആസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓഫ് മെമ്പേഴ്സ്. അതായത് വൻകിട വ്യവസായങ്ങളെ പോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾക്കും ആവശ്യമായ എല്ലാതരം ആവശ്യങ്ങളും ഇവർ നൽകുന്നു. ടു അണ്ടർടേക്ക് കളക്ഷൻ ഓഫ് ബിൽസ് ഡ്രോൺ, accepted or endorsed by members and constituents and discount checks and bill of approved members. അതായത് ഒരു സാധാരണ ബാങ്ക് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ഈ ആഭ്യന്തര കോപ്പറേറ്റീവ് ബാങ്ക് നോക്കി നടത്തുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതായത് ബിൽ ഡ്രോസ്, ഇതുപോലെ ചെക്കിന്റെ പ്രവർത്തനങ്ങൾ, ബാക്കി പണം അക്സെപ്റ്റ് ചെയ്യുന്നത്, ബോറോ ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ടു അറേഞ്ച് ഫോർ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾ ഡോക്യുമെന്റ്സ് ഓഫ് മെമ്പേഴ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു ബാങ്കിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, ഡോക്യുമെന്റ്സ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെതായ അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അത് സംരക്ഷിക്കേണ്ട, പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകത ഒരു ബാങ്കിനുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവർ നോക്കി നടത്തുന്നുണ്ട്. ടു ആക്ട് ആസ് എൻ ഏജന്റ് ഫോർ ദ ജോയിന്റ് പർച്ചേസ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് അതർ റിക്വയർമെന്റ് ഓഫ് ദ മെമ്പേഴ്സ്. അതായത് ഓരോ മെമ്പേഴ്സിന്റെ ആവശ്യകതയ്ക്കനുസരിച്ചിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ് ഫോർ സെറ്റിംഗ് അപ്പ് ദെയർ ഓൺ ബിസിനസ്. അതായത് ഓരോ വ്യക്തിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ ആയാലും ബാക്കി ടെക്നിക്കൽ അസിസ്റ്റൻസ് ആയാലും എല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ടു ഗ്രാൻഡ് ആൻഡ് ഇഷ്യൂ ഓഫ് ക്രെഡിറ്റ്, ട്രാവലർ ചെക്ക് ആൻഡ് സർക്കുലർ നോട്ട്സ്. അതായത് നമുക്ക് ഓരോ അംഗങ്ങൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തന രീതികൾക്കും ആവശ്യമായ ബാക്കിയുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ട്രാവലർ ചെക്സ്, അങ്ങനെയുള്ള എല്ലാതരം കാര്യങ്ങളും ഇവർ നോക്കി നടത്തുന്നുണ്ട്. ടു അണ്ടർടേക്ക് എനി അതർ ഫങ്ഷൻസ് വിച്ച് ആർ ഇൻസിഡന്റൽ ആൻഡ് കണ്ടക്റ്റീവ് ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് ദ എബോവ് ഒബ്ജക്റ്റീവ്. അത് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബാങ്കിന്റെ രീതിക്ക് അപ്പുറം ആഭ്യന്തര കോപ്പറേറ്റീവ് ബാങ്ക് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ മെമ്പേഴ്സിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാതരം കാര്യം തന്നെ നോക്കി നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ എല്ലാതരം ഒബ്ജക്റ്റീവിന്റെയും അറ്റൈൻമെന്റിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ഈ ആഭ്യന്തര കോപ്പറേറ്റീവ് ബാങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഓൾ.